നമസ്തേ. ഇപ്പോൾ ഒരു സംഭാഷണം നമുക്ക് നോക്കാം. സംഭാഷണത്തിലൂടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. പഠാമ കിഞ്ചിത്, കുറച്ച് പഠിക്കാം. സംഭാഷണം. രതീഷഃ, രതീശൻ പറയാണ്, ആചാര്യ പ്രണാമാഹ. ആചാര്യ എന്ന് പറയുമ്പോൾ സംബോധന വരും, രാമശബ്ദം സംബോധന. ആചാര്യഃ എന്നല്ല, ആചാര്യ. അപ്പോൾ സംബോധന പ്രഥമാരൂപം വരും. പ്രണാമാഹ ബഹുവചന രൂപമാണ്, പ്രഥമാ വിഭക്തി. പ്രണാമാഹ, രാമഃ രാമൗ രാമാഹ, പ്രണാമാഹ പ്രണാമങ്ങൾ. അപ്പം ആചാര്യൻ പറയാണ്, തിരിച്ചും പറയാണ് ആചാര്യൻ്റെ ഒരു മഹത്വം. വീണ്ടും തിരിച്ചും പ്രണാമാഹ, അങ്ങേക്കും പ്രണാമം. രതീഷ, വീണ്ടും സംബോധന പ്രഥമ. ആചാര്യ എന്ന് പറയുന്ന പോലെ രതീഷ, രതീഷഃ എന്നല്ല, രതീഷ. അദ്യ കഹ വിശേഷഃ. അദ്യ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇത് ഒരു അവ്യയമാണ്. ഇന്ന്, അദ്യ എന്ന് പറയുമ്പോൾ ഇന്ന്. കഹ വിശേഷഃ, എന്താണ് വിശേഷം? വിശേഷഃ എന്നുള്ളത് അകാരാന്ത പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അതിന് ചോദ്യമുള്ള രൂപവും പുല്ലിംഗ സർവനാമം. ഇത് സർവനാമം നമ്മളെ ശബ്ദം നമ്മൾ കണ്ടു. കഹ വിശേഷഃ. ഇപ്പം ആകാരാന്ത സ്ത്രീലിംഗമായിരുന്നെങ്കിൽ ഇവിടെ കാ എന്ന് വന്നേനെ. ഇവിടെ കഹ വിശേഷഃ അദ്യ. അപ്പം രതീശൻ പറയാണ്, ശ്രീമൻ അദ്യ മമ ജന്മദിനം. അദ്യ ഇന്ന്, മമ നമ്മൾ അസ്മത് ശബ്ദത്തിൻ്റെ രൂപങ്ങൾ കണ്ടുവല്ലോ. മമ എൻ്റെ, ജന്മദിനം. ആചാര്യഃ ഏവം ആണോ. ശതം ജീവ ശരദോ വർദ്ധമാനഃ. പൊതുവെ നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? 100 വയസ്സ് ജീവിക്കട്ടെ, അതും നല്ല അഭിവൃദ്ധിയോടുകൂടി സകലവിധ ഐശ്വര്യ സമ്പത്തും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ആചാര്യൻ അനുഗ്രഹിക്കുകയാണ്. ശതം ജീവ ശരദോ വർദ്ധമാനഃ. ഇനി ബാക്കിയുള്ള കുട്ടികളോട് പറയാണ്, ബാലാഹ, കുട്ടികളെ. ബാലാഹ അഭിസംബോധന ചെയ്യാണ്. അഭിസംബോധന ചെയ്യുന്ന പദവും ബഹുവചന രൂപത്തിൽ ഹേ രാമ, ഹേ രാമൗ, ഹേ രാമാഹ എന്നാണല്ലോ. അപ്പോൾ ബാലാഹ, അല്ലയോ കുട്ടികളെ. സർവേ രതീശസ്യ ആയുരാരോഗ്യ സൗഖ്യാർത്ഥം പ്രാർത്ഥയന്തു. സർവേ എന്നുള്ളത് സർവനാമമാണ്, നമ്മൾ ഇനി കാണും. എല്ലാവരും രതീശസ്യ, രതീശൻ്റെ ആയുരാരോഗ്യ സൗഖ്യാർത്ഥം, ആയുസ്സിനും ആരോഗ്യ സൗഖ്യത്തിനും വേണ്ടി പ്രാർത്ഥയന്തു, പ്രാർത്ഥിച്ചാലും. പ്രാർത്ഥയന്തു. നമ്മൾ ക്രിയാപദങ്ങൾ നോക്കിയപ്പം ഈ ഒരു രൂപം നോക്കിയായിരുന്നു, നമ്മൾ തൂ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ അത് പ്രാർത്ഥന അർത്ഥത്തിലുള്ള ക്രിയാപദമാണ്. പ്രാർത്ഥിച്ചാലും, എല്ലാവരും രതീഷിന് വേണ്ടി പ്രാർത്ഥിച്ചാലും. ഇപ്പോൾ രതീശൻ പറയാണ്, ശ്രീമൻ മധുരം വിതരാമി കിം. മധുരം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. വിതരാമി, ഞാൻ എല്ലാവർക്കും നൽകട്ടെ. വിതരാമി കിം, നൽകട്ടെ, ഞാൻ എല്ലാവരിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യട്ടെ. അപ്പം ആചാര്യ അസ്തു എന്നുള്ളതും നമ്മൾ ഈ പ്രാർത്ഥയന്തു എന്ന് പറഞ്ഞതുപോലെ ആ പ്രാർത്ഥന അർത്ഥേ വരുന്ന ഒരു ക്രിയാപദം. അസ്തു, ശരി. ബാലാഹ അദ്യതന ദിനസ്യ വൈശിഷ്ട്യം ജാനന്തി കിം. ബാലാഹ കുട്ടികളെ അഭിസംബോധന ചെയ്യാണ്. അദ്യതന ദിനസ്യ, അദ്യ എന്ന് പറയുമ്പോൾ ഇന്ന് എന്ന് നമ്മൾ കണ്ടു. അദ്യതന എന്ന് പറയുമ്പോൾ ഇന്നത്തെ. അദ്യതന ദിനസ്യ എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിനത്തിൻ്റെ. അദ്യതന ഇന്നത്തെ, ദിനസ്യ ദിനത്തിൻ്റെ. ഇന്നത്തെ ദിവസത്തിൻ്റെ വൈശിഷ്ട്യം, വിശേഷത. ജാനന്തി കിം, അറിയുമോ? ജാനന്തി, അറിയുമോ എന്നുള്ളത് ജാനന്തി കിം കൂടി ചേർത്തപ്പോൾ. ബാലാഹ കുട്ടികൾ പറയാണ്, ന അറിയില്ല. അപ്പം ആചാര്യൻ പറയാണ്, അസ്തു, ശരി. അദ്യ കഹ ദിനാങ്കഃ ഇതി വദന്തു. അദ്യ ഇന്ന്, കഹ ദിനാങ്കഃ, ദിനാങ്കഃ ഡേറ്റ്, കഹ ഇതി വദന്തു പറഞ്ഞാലും. പറയൂ, വദന്തു പറഞ്ഞാലും. ഇപ്പോൾ ബാലാഹ കുട്ടികൾ പറയാണ്, ജനുവരി മാസസ്യ 23 ദിനാങ്കഃ.
ജനുവരി മാസസ്യ, ജനുവരി മാസത്തിൻ്റെ ത്രയോവിംശതി, വിംശതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 20, അതിൻ്റെ കൂടെ ഒരു 3 ചേർക്കണം, ത്രയോ, അപ്പോൾ 23. ജാനുവരി 23 ഡേറ്റ് ആണ്, ദിനാങ്കഃ. അപ്പോൾ എന്താണ് വൈശിഷ്ട്യം? ആചാര്യൻ പറയാണ് അദ്യേവ, ഇന്ന് തന്നെയാണ് നേതാജി ജയന്തി, നേതാജിയുടെ ജയന്തി. ഇനി ചോദ്യം ചോദിക്കുകയാണ്, സഹ കുത്ര ജന്മ പ്രാപ്തവാൻ? സഹ ആരാണ്? നേതാജി. കുത്ര എവിടെ? ജന്മ പ്രാപ്തവാൻ ജന്മം പ്രാപിച്ചു. എവിടെയാണ് ജനിച്ചത്? കുട്ടികൾ പറയാണ് ഒഡീഷായാം, ഒഡീഷയിൽ. സപ്തമി വിഭക്തി, ആകാരാന്ത ശബ്ദം സപ്തമി വിഭക്തി, ഒഡീഷായാം, ഒഡീഷയിൽ ആണ് ജനിച്ചത്. അപ്പം ആചാര്യൻ സാധു, സാധു ഗുഡ്. നമ്മളും സംസ്കൃതത്തിൽ ഇനി ഗുഡ് പറയാം, നല്ലത്. സാധു അല്ലെങ്കിൽ സമ്യക് അല്ലെങ്കിൽ സമീചീനം, സമീചീനം അല്ലെങ്കിൽ ഉത്തമം, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. നല്ലത് കേട്ടോ, ഉത്തമം, സാധു, സാധു, സമ്യക്, സമീചീനം. നമ്മുടെ ഈ സംസ്കൃതത്തിന് വേണ്ടി നമ്മുടെ സംസ്കൃത ഭാരതിയുടെ തന്നെ ഒരു സംഘടനയുണ്ട് ഈ സംഭാഷണം പഠിപ്പിക്കുന്നത്. ന്യൂഡൽഹിയിലുണ്ട്, കാശിയിലുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പം ന്യൂഡൽഹിയിലുള്ള ആ അവിടെ ഞാൻ പോയിരുന്നു. 15 ദിവസം അവിടെ താമസിച്ച് പഠിക്കണം. സംഭാഷണ സംസ്കൃതമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പം ആരാണെങ്കിലും ഒട്ടും സംസ്കൃതം അറിയാത്തവരാണെങ്കിലും വേറെ ഒരു ഭാഷയിലും സംസാരിക്കാൻ പാടില്ല. അപ്പം നമ്മൾ അവസാനം 15 ദിവസം അവസാനമാകുമ്പോഴത്തേക്കും നമ്മുടെ ചിന്താരീതി പോലും സംസ്കൃതത്തിലായി പോകും. കാരണം ഫുൾ ടൈം അതിലാണല്ലോ കേൾക്കുന്നത്. അവിടത്തുള്ള ആചാര്യന്മാരൊക്കെ സംസ്കൃതത്തിൽ സ്ഫുടമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അവസാനം നമ്മൾ സ്കിറ്റൊക്കെ അവതരിപ്പിക്കും. ഒന്നും സംസ്കൃതം അറിയാത്തവർ പോലും സംസ്കൃതം സുന്ദരമായിട്ട് പറയും. നല്ല രസമാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയാണ്, നെറ്റിൽ പോയി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. 15 ദിവസം സംസ്കൃത സംഭാഷണ ശിബിരം. എല്ലാ മാസവും, ഏതോ 2 മാസം മാത്രമേ ഇല്ലാത്തുള്ളൂ. വർഷത്തിൽ എല്ലാ മാസവും തുടക്കത്തിലും നടുവിലും തുടങ്ങും. അതും അക്കോമഡേഷൻ പ്ലസ് സ്റ്റേ പ്ലസ് ഫുഡ്, ഈ ടീച്ചിങ് എല്ലാം വളരെ ചീപ്പ് റേറ്റിലാണ്. നല്ലൊരു സേവനമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ സംഭാഷണത്തിലൂടെ നമ്മൾ പഠിക്കണമെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ശരി, സാധു, സാധു അവിടെ പറയാൻ വന്നത്, അവിടെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും അവതരിപ്പിക്കുകയാണെങ്കിൽ 3 പ്രാവശ്യം ഇത് പറയും. ഉത്തമം, 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 സമ്യക്, സമ്യക്, സമ്യക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്നിട്ട് ക്ലാപ്പ് ചെയ്യല്ലേ, അതുപോലെ പറയാണ്. അപ്പം ആചാര്യൻ പറയാണ് സാധു, ഗുഡ്. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. വിവേകാനന്ദ ജയന്തി കഥാ ഇതി രമേശഃ വദതു. വിവേകാനന്ദ ജയന്തി കഥാ, കഥാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ, കഥാ എപ്പോൾ, ഇതി എന്ന്, രമേശഃ വദതു രമേശൻ പറയൂ. ഇപ്പം രമേശൻ പറയാണ് ജനുവരി 12 ദിനാങ്കേ, സപ്തമി വിഭക്തി, ജനുവരിയിൽ 12-ാം തീയതി ഡേറ്റിലാണ് ജന്മദിനം. തദ്ദിനം വയം ദേശീയ യുവജന ദിനം ഇതി ആചരാമഹ. തദ്ദിനം, ആ ദിനം, വയം നമ്മളെല്ലാവരും, ദേശീയ യുവജന ദിനം, നാഷണൽ യൂത്ത് ഡേ എന്ന് ആചരിക്കുന്നു. ആചരാമഹ, വയം വന്നതുകൊണ്ടാണ് ആചരാമഹ എന്ന് വരുന്നത്. ഇനി ആചാര്യൻ പറയാണ് അധ്യാപക ദിനം കഥാ ഇതി സർവേ ജാനന്തിയേവ. അധ്യാപക ദിനം, ടീച്ചേഴ്സ് ഡേ, കഥാ എന്നാണ് എന്ന്, ഇതി സർവേ ജാനന്തിയേവ എല്ലാവരും അറിയുന്നുവല്ലോ. തത് തു കസ്യ ജന്മദിനം ഇതി ലതാ വദതു. തത് തു അതാകട്ടെ, എന്ത്? അധ്യാപക ദിനം. അധ്യാപക ദിനം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് ആ സർവനാമം, അതിനെ സൂചിപ്പിക്കുന്ന സർവനാമം നപുംസകലിംഗം. തത്, സഹ എന്ന് വന്നില്ല, തത്. തത് തു അതാകട്ടെ, കസ്യ ആരുടെ, ജന്മദിനം, ജന്മദിനം എന്ന്, ലതാ വദതു ലത പറഞ്ഞാലും പറയൂ. ഇപ്പം ലത പറയാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണസ്യ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം ആണ്. അപ്പം ആചാര്യൻ സമീചീനം, നമ്മളിവിടെ എഴുതിയല്ലോ സമീചീനം, ഗുഡ്, നല്ലത്. ഇനി അടുത്ത ചോദ്യം, സംസ്കൃത ദിനം കഥാ ഭവതി.
സംസ്കൃത ദിനം കഥ എപ്പോഴാണ് ഭവിക്കുന്നു എപ്പോഴാണത്? ഇപ്പോൾ കുട്ടികൾ പറയാണ് ശ്രാവണ മാസസ്യ പൗർണമി ദിനേ. സപ്തമി വിഭക്തി, ആദ്യത്തേത് ഷഷ്ടി വിഭക്തി. ശ്രാവണ മാസസ്യ, ശ്രാവണ മാസത്തിൻ്റെ പൗർണമി ദിനത്തിൽ ആണ് സംസ്കൃത ദിനം ആചരിക്കുന്നത്. ആചാര്യൻ സാധു സാധു, സൂപ്പർ. അസ്തു, ശരി. ശാന്തി പാഠേന പഠനസ്യ ആരംഭം കരിഷ്യാമഃ. ശാന്തി പാഠേന, രാമഃ ശബ്ദത്തിൻ്റെ തൃതീയ വിഭക്തി രൂപമാണ്. ശാന്തി പാഠം കൊണ്ട് പഠനസ്യ, പഠനത്തിൻ്റെ ഷഷ്ടി രൂപം. ആരംഭം കരിഷ്യാമഃ. നമ്മൾ ഈ രൂപങ്ങൾ നമ്മൾ കണ്ടു. ഭാവി കാലമാണ്, ഭവിഷ്യത് കാലം. കരിഷ്യാമഃ, ചെയ്യാം, നമ്മൾ ചെയ്യാം. കരിഷ്യാമഃ, ചെയ്യാം. ശരി, ശാന്തിപാഠം ചൊല്ലാണ്. ആചാര്യനും കുട്ടികളും കൂടി ചേർന്നിട്ട് ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യങ്കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി 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 എന്ന് പറഞ്ഞു തുടങ്ങുന്നതേ ഉള്ളൂ. അതിന് മുൻപത്തുള്ള സംഭാഷണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇൻഫോർമൽ ടോക്ക്. അപ്പോഴാണല്ലോ കൂടുതൽ കുട്ടികളായിട്ടുള്ള ഒരു അടുപ്പം വരിക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.